പുറത്തൂരിൽ യുവതിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമായി തന്നെ ഇതിനെ എല്ലാവരും വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. പുറത്തൂർ പടിഞ്ഞാറേക്കര അമ്പലപ്പടി അണ്ടിപ്പാട്ടിൽ ഹുസൈന്റെ ഭാര്യ ഫൗസിയുടെ മൃതദേഹമാണ് തിരൂർ പൊന്നാനി പുഴയിൽ പടിഞ്ഞാറേക്കര ബോട്ട് ജെട്ടിക്ക് സമീപം കണ്ടെത്തിയത്. ഫൗസിയുടെ പ്രായം വെറും 37 വയസ്സ് മാത്രമായിരുന്നു. ഫൗസിയെ കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയതാകാമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്നത് വളരെ ശരിയാകും എന്ന് തന്നെയാണ് മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും ഇതിനെപ്പറ്റി പറയുന്നത്. കഴുത്തിൽ ഇത്തരത്തിലെ പാടുകൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്നും അത് ശരീരത്തിലെ മറ്റൊരു മുറിവിനെയും കാണിക്കുന്നില്ല എന്നതും വളരെയധികം തന്നെ അങ്ങോട്ട് തന്നെയാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഇപ്പോൾ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഹുസൈനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഭാര്യ വീട്ടിലിരിക്കുമ്പോൾ ഭാര്യയെ എന്തോ പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് മറ്റുള്ളവർ പറയുന്നു. കൂട്ടിക്കൊണ്ടുപോയി തിരികെ വരാത്തതിനെ തുടർന്ന് എല്ലാവർക്കും സംശയമുണ്ടായതിനെ കുറിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടന്നത്. വ്യാഴാഴ്ച പുലർച്ചെ കടലിൽ വലയിട്ടപ്പോൾ മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നും അതെടുക്കാൻ കൂടെ വരണമെന്നും പറഞ്ഞാണ് മക്കളോടൊപ്പം ഉറങ്ങുകയായിരുന്ന ഫൗസിയെ ഹുസൈൻ വിളിച്ചുണർത്തി കൊണ്ടുപോയത്. മത്സ്യത്തൊഴിലാളിയാണ് ഹുസൈൻ. രാവിലെ ഇരുവരും വീട്ടിൽ കാണാതെയായപ്പോൾ ജോലിക്ക് പോയതാകുമെന്ന് മക്കൾ കരുതി. വ്യാഴാഴ്ച പകൽ മകൻ ജോലിക്കും മകൾ സ്കൂളിലേക്കും പോയെങ്കിലും വൈകിട്ടും ദമ്പതിമാരെ കാണാതായതോടെ തിരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു.